ാണ് പി വി അൻവർ എം എൽ എയുടെ പ്രഖ്യാപനം. പുതിയ രാഷ്ട്രീയ പാർട്ടി താൻ രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ടാണ് പി വി അൻവർ എം എൽ എ ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്ത് നിന്നും പ്രത്യേകിച്ച് CPM നിന്നും പുറത്തായി എന്ന് മനസ്സിലാക്കിയ പി വി അൻവർ സ്വന്തമായിട്ടൊരു കക്ഷി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പൊതുസമ്മേളനങ്ങൾ വിളിക്കുന്നു. പൊതുസമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നത് അദ്ദേഹം എൻഷുർ ചെയ്യുന്നു. ഇനിയിപ്പോൾ മഞ്ചേരിയിൽ പൊതുസമ്മേളനം നടക്കാൻ പോകുന്നു. അവിടെ 1,00,000 പേരെ കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിലപേശൽ രാഷ്ട്രീയം നടത്താനുള്ള ശ്രമമാണോ അദ്ദേഹം നടത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും UDF-ലേക്ക് അദ്ദേഹം നീങ്ങും, അല്ലെങ്കിൽ UDF-ലെ ഘടകകക്ഷിയായിട്ട് അദ്ദേഹം മാറാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പി വി അൻവർ പറഞ്ഞ ആ കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. താൻ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ പോകുന്നു എന്ന കാര്യം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. അപ്പം ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും, യാതൊരു തർക്കമില്ല. ബിപിൻ സി വിജയൻ ടെലിഫോണിൽ ചേരുന്നു. ബിപിൻ സി വിജയനായിരുന്നു പി വി അൻവറിൻ്റെ ഈ വാർത്താ സമ്മേളനം അറ്റൻഡ് ചെയ്തത്. ബിപിൻ, യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ആലോചിച്ച് തീരുമാനിച്ചുറച്ച ഇക്കാര്യം പറയാൻ വന്നതാണോ അതോ ആനുഷംഗികമായി സൂചിപ്പിച്ചതാണോ? ബിപിൻ സി വിജയനായിരുന്നു ഈ വാർത്താ സമ്മേളനം കവർ ചെയ്ത് 24-ന് വേണ്ടി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് വാർത്താ സമ്മേളനങ്ങളിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തൻ്റെ പാർട്ടിയുടെ പേരിൽ മത്സരിക്കുന്ന എല്ലാവരും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബിപിൻ, പറയൂ. SKN പി വി അൻവർ അങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലായിടത്തു നിന്നും പ്രതിനിധികൾ ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടുള്ള ആശയങ്ങളുമായിട്ടുള്ള ഒരു പോരാട്ടമാണിത് എന്നുള്ളതും വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു രൂപരേഖ നിലവിൽ ആയിട്ടില്ല. തൻ്റെ മനസ്സിലാണ് ആ ആശയങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതുമായി മുന്നോട്ട് പോകും എന്നുള്ളതുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ജനങ്ങളുമായി ചേർന്നൊരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഉദ്ദേശം. അതിൽ ആദ്യമായി ഏറ്റെടുക്കുന്ന വിഷയം ഈ മലയോര മേഖലയിൽ ജനങ്ങളും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാലങ്ങളായി തുടരുകയാണ്. അത് ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള ഒരു ആഴം ആ വിഷയത്തിനുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ താൻ മുന്നോട്ട് പോകും. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലടക്കം വലിയ രീതിയിലുള്ള അഴിമതികളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ വിഷയങ്ങളായിരിക്കും ആദ്യം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ അദ്ദേഹം എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. UDF-ന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനോടൊരു അനുഭാവപൂർവ്വമായിട്ടുള്ള നിലയുണ്ടാകുന്നു. അപ്പോഴൊക്കെ അൻവർ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സാംസ്കാരിക സമിതിയായിട്ടോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനവുമായിട്ടോ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതിന് രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ വേണം. രാഷ്ട്രീയമായി മാത്രമേ തിരഞ്ഞെടുപ്പിൽ അധികാരമുണ്ടാവുകയുള്ളൂ. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് തന്നെ പറയുകയാണ്. ഇനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താൻ പോകുന്നു എന്നുള്ളത് പി വി അൻവർ കൂടുതൽ വ്യക്തമായി തന്നെ പറയുന്നു. അതിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്നത് ആദ്യ തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അതിൽ കേരളത്തിലെ എല്ലായിടത്തും മത്സരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ കൂടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അൻവർ പറയുന്നത്. ഒപ്പം സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അതിനൊരു നേതൃത്വം വേണം, അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി വേണം. അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയുള്ള ദിവസങ്ങളിൽ വരുത്തും. ഇപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നേതൃത്വവുമായി കൂടുതൽ വരാൻ താല്പര്യമുള്ള, ഈ ആശയവുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആളുകളുണ്ടോ എന്ന ചോദ്യത്തിന്, പലരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതൊക്കെ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം എന്നുള്ളതാണ് പി വി അൻവർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ADGP-യും അതുപോലെ തന്നെ P ശശിക്കുമെതിരെ തുടങ്ങിവെച്ച ഒരു പോരാട്ടമാണ്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളതുമാണ് പി വി അൻവർ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് പി വി അൻവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ 1,00,000 ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജില്ലാതല വിശദീകരണമാണ് ആദ്യം നടക്കുന്നത്. അത് ഈ 6-ാം തീയതി, അതായത് ഈ വരുന്ന ഞായറാഴ്ച പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഒരു ജില്ലാതല വിശദീകരണം മഞ്ചേരിയിൽ നടക്കുന്നു. അതിൽ 1,00,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ്. പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കി അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപീകരിക്കും
രൂപീകരിക്കുമെന്നുള്ളത് PV അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ സ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇന്ന് അദ്ദേഹം വളരെ ഷാർപ്പായി തന്നെ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ആദ്യം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചു എന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണ് അദ്ദേഹത്തിന് നല്ലത് എന്നുള്ളതും PV അൻവർ പറയുന്നുണ്ട്. മറ്റാരും പാർട്ടിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനം റിയാസിനെ ഏൽപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതും PV അൻവർ പറയുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. SKN. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് ബിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്ന്. PV അൻവർ അവസാനം തീരുമാനമെടുത്തു, പുതിയൊരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ രാഷ്ട്രീയ കക്ഷികളുണ്ട്, അതിൻ്റെ കൂടെ ഒരു കക്ഷി കൂടി വരുന്നു.